അല്ല എത്ര മനോഹരമായ സ്ഥലമാണെന്ന് നോക്കിയാൽ. നടപ്പാതകൾ, മരങ്ങൾ, ഓ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അടിപൊളി ഏരിയ ഉണ്ട് ഇതൊക്കെ. അല്ല ഒരാളവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അല്ല ഇങ്ങനെ വന്നിട്ട് നല്ല ഇപ്പം ഇവിടെ ഒരു ഇതുണ്ട്. പിന്നെ അവിടെ വേറെ ടീമുകളുണ്ട്. പിന്നെ ഫാമിലി ഉണ്ട്. ഇപ്പോൾ രാവിലെ ആണെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല പീസ്ഫുള്ളായ സ്ഥലം ഉണ്ടാ. നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റിയിട്ടുള്ള മനോഹരമായ സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാ. ഇപ്പൊ ഇവിടെ ഗൈഡിന് ഇരിക്കാനുള്ള ഒരു റൂമാണെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യം ഇവിടെ ഒരു ഷീറ്റ് കെട്ടിയിട്ടാണ് ഇവിടെ ഇരുന്നിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ ഒരു ഗൈഡിന് ഇരിക്കാനുള്ള ഒരു റൂമൊക്കെ ഇവര് ഇപ്പൊ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ കോട്ടട ഉൾഭാഗത്തേക്ക് വരുമ്പോ കാണുന്ന കാഴ്ചയാണിത്. ഇതൊരു നല്ല വലിയ ഒരു ഹാളായിട്ടാണ് ഇത്. ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഇതായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇത് വലിയൊരു ഹാളിലേക്ക് കടന്നിട്ട് ഹാളിന് ഇരുവശത്തും മുറികളുള്ളതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളും മറ്റുമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കോട്ടപ്പുറം കോട്ടയുടെ ശേഷിക്കുന്ന ഭാഗങ്ങൾ കേട്ടോ. ഇതേ കോട്ടപ്പുറം കോട്ടയുടെ ഒരു സ്മാരക ശില്പമായിട്ടുണ്ട് ഇത് കാണുന്നത്. ഇതിലെ ഈ ശംഖ് കണ്ടില്ലേ, ഈ ശംഖ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഒരു സിമ്പലുണ്ടത്. ഈ ശംഖ് എന്ന് പറഞ്ഞാൽ ഇതിൽ എഴുതിയിട്ടുണ്ടണ്ട, ക്രാങ്കന്നൂർ ഫോർട്ട് ബിൽഡ് ബൈ ദി പോർച്ചുഗീസ് അബൌട്ട് AD ഇത് 1503 തോന്നുന്നു. 1503 അതേപോലെ തന്നെ 1523 സ്ഥാപിച്ചതെന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഇതിൽ. AD 1503 ഇത് കൊടുത്തേക്കണത് കേട്ടോ. പിന്നെ ഇത് 1909 ഇത് ഒരു ചരിത്ര ഭൂമിയായി മാറുകയാണ് ചെയ്തത്. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പെരിയാർ പുഴ അറബിക്കടലിലേക്ക് ചേരുന്നുണ്ട്. അപ്പോൾ അവരെ കപ്പലുകളും അതേപോലെ തന്നെ വാണിജ്യപരമായിട്ടുള്ള വഞ്ചികളും ബോട്ടുകളൊക്കെ സർവീസ് നടത്താനുള്ള ഒരു മാർഗമായിട്ടുണ്ട് ഈ കോട്ടനെ അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ഡച്ചുകാരിത് കീഴടക്കുകയും പിന്നെ ഡച്ചുകാരുടെ കയ്യിൽ നിന്നും പൈസ കൊടുത്ത് തിരുവിതാംകൂർ രാജാവ് ഇത് വാങ്ങുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത്രയും ഒരു വാണിജ്യ മേഖലയായിരുന്നു നമ്മളെ മുസിരീസ് പട്ടണം. ഇതിപ്പോൾ മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ സംരക്ഷിച്ചു വരുന്ന ഭാഗമുണ്ടാ. പിന്നെ നമുക്ക് കാണാനുള്ളത് ഇവരെ ശവമടക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ.